പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ഒരുപാട് തിരുവചന ഭാഗങ്ങൾ ദൈവവചനത്തിൽ നാം കാണുന്നു. വാസ്തവത്തിൽ പ്രാർത്ഥന എന്നത് മനുഷ്യന് തൻ്റെ ഉടമസ്ഥനും സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ട് നാം കാണണം. ലോകാരംഭം മുതൽ മനുഷ്യർ പ്രാർത്ഥിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ ഹാബേലിൻ്റെ കാലം മുതൽ തന്നെ ദൈവത്തിന് യാഗം കഴിക്കുന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗത്തിൻ്റെ പ്രധാന ഭാഗമാണ് പ്രാർത്ഥന. അബ്രഹാമിൻ്റെ കാലം മുതൽ തന്നെ പ്രാർത്ഥന വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോടുള്ള ഭക്തി നിമിത്തം അബ്രഹാം ചെന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന് യാഗപീഠം പണിതു എന്ന് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പല പ്രാർത്ഥനകളും പരിശോധിച്ചാൽ അവയിൽ പലതും തന്നെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം കേവലം ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന ചിന്താഗതി ഒട്ടും ശരിയല്ല. സങ്കീർത്തനങ്ങളിൽ പല സങ്കീർത്തനങ്ങളും ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വാഞ്ചയുണ്ട്. പരീക്ഷകൾ നേരിടുവാൻ ഉള്ള ദൈവിക ആശ്രയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ദുർഘട സന്ധികളെ തരണം ചെയ്യുവാൻ ദൈവശക്തി പകരണം എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദിവസം 3 പ്രാവശ്യം യെരൂശലേം ദൈവാലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ യഹൂദന്മാർ പരിശീലിക്കപ്പെട്ടിരുന്നു. 55-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിലും ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും നമുക്ക് അതൊക്കെ കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമ സഭയെ സംബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് തന്നെ തൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം ശിഷ്യന്മാർക്ക് നൽകിയിരുന്നു. പ്രാർത്ഥനയുടെ നിബന്ധനകൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമാണ്. പലരും പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്നു. നമ്മുടെ ഹൃദയത്തിൽ പാപോദേശമുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവകൽപ്പന മനഃപൂർവ്വം അവഗണിച്ചാൽ അവഗണിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തി അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമാകിയാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നില്ല. 2 മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഇരുമനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ലഭിക്കുന്നില്ല. ഹൃദയത്തിൽ ലോകസ്നേഹമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള അനേക തിരുവെഴുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നാം പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ അറിവില്ലാത്ത ആളുകളല്ലായിരുന്നു ഫിലിപ്പിയ സഭയിൽ ഉള്ളവരെ. എന്നാൽ ശരിയായ പ്രാർത്ഥന അവർക്ക് പരിചയമില്ലായിരുന്നു. ഒരു പ്രാർത്ഥനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കണം എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് നൽകുന്നത്. ശരിയായ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ സമർപ്പണവും യാചനകളും കൃതജ്ഞതകളും ഉണ്ടായിരിക്കണം. ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവമുമ്പാകെ വരുന്നവൻ ദൈവമുമ്പിൽ വിനയവും താഴ്മയും ഉള്ളവനായിരിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പരീശൻ പ്രാർത്ഥിച്ചു മടങ്ങിയതുപോലെ നാം മടങ്ങിപ്പോകേണ്ടി വരും. ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാനെന്ന പരീശൻ തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്നല്ല നാം വായിക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തി അളക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. യാചിക്കുന്നവന് ലഭിക്കും എന്ന തിരുവെഴുത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ നിലവാരം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം, ഇതൊക്കെയാണ് ദൈവം നോക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജാതി, മതം, നിറം, വിദ്യാഭ്യാസ യോഗ്യത ഇതൊന്നും നോക്കിയല്ല ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. ഭാഷാശുദ്ധി നോക്കിയല്ല. പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതോ ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്കുന്നതോ ഒന്നുമല്ല ദൈവത്തിന് വിഷയം. ദൈവം
ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയിൽ എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. പരാതി പറയുവാനുള്ള ഒരു മാർഗമല്ല, പിറുപിറുക്കുവാനുള്ളൊരു മാർഗമല്ല, ദൈവത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു സ്റ്റഡി ക്ലാസ് അല്ല ഒരിക്കലും പ്രാർത്ഥന. മറിച്ച് നന്മയല്ലാതെ ഒന്നും, യാതൊരു തിന്മയും ദൈവം ചെയ്യുന്നില്ല, ദൈവത്തിൽ നിന്നുണ്ടാകില്ല എന്നുള്ള ഒരു ബോധ്യവും എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് നൽകും നമ്മുടെ ആവശ്യങ്ങൾ എന്നുള്ളത് ഒരിക്കലും നാം മറന്നു പോകരുത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒത്തിരി പ്രശ്നങ്ങളെ നേരിടുന്നവരാണ്. ചിലപ്പോൾ ചിന്താകുലമുള്ളവരായിട്ട് പോയേക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ നാം കുഴഞ്ഞു പോയേക്കാം. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരുന്നു എന്നുള്ളത് എത്രയോ ധൈര്യമാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ദൈവസമാധാനം നമുക്ക് അനുഭവിക്കാം, ആശ്വാസം അനുഭവിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.